ചോദിക്കട്ടെ. ഗുഡ് മോർണിംഗ് എവരി വൺ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ വോയിസ് കേൾക്കാമോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒരു യെസ് കൊടുക്കണേ, കേൾക്കാമെങ്കിൽ. എൻ്റെ വോയിസ് കേൾക്കാമോ? യെസ്, ഓക്കെ. ഒരു കാര്യം കൂടി ചെയ്യണേ, നിങ്ങളുടെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ വല്ല സ്റ്റുഡൻസ് ഗ്രൂപ്പ് മാത്രം ഉണ്ടെങ്കിൽ അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണേ. ലേറ്റസ്റ്റ് ഇതിലാണ് കയറേണ്ടത്. ആദ്യത്തെ മീറ്റിങ്ങിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലല്ല വരേണ്ടത്. രണ്ടാമത് ഒരു ID കൊടുത്തിട്ടുണ്ട്. ആ ID-യിൽ കയറിയിട്ട് വേണം ലോഗിൻ ചെയ്യാനായിട്ട്. നിങ്ങളുടെ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ, ഫ്രണ്ട്സിനെ ഒന്ന് അറിയിക്കണേ. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ, ലോഗിൻ ചെയ്യാൻ പറ്റാതിരിക്കുന്ന കേസ് ആണെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. നമുക്ക് എന്താ പ്രശ്നം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14. സ്റ്റാർട്ടിങ് മുതൽ ഒന്നും കൂടി ചെയ്യുകയാണ് ഞാൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. The following exchange rates are given: dollar per pound, പിന്നെ franc per DEM, dollar per franc, market of rate of DEM per pound ആണ്. Determine if any arbitrage opportunity exists. If yes, then find the amount of riskless profit that can be generated with $10,000 എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് റേറ്റ് will not be equal to exchange rate of a currency does not meet gross exchange rate. Exchange rate of a currency, exchange rate of a currency does not match gross exchange rate എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ മാർക്കറ്റ് റേറ്റ് ആണ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഏതിന്റെ മാർക്കറ്റ് റേറ്റ് ആണോ അതാണ് നോക്കേണ്ടത്. അപ്പൊ അത് DEM പെർ പൗണ്ടിലാണ് പറഞ്ഞിരിക്കുന്നത്.
പക്ഷെ നമുക്ക് ഡി എം പെർ പൗണ്ട് ക്രോസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടണം? ഡി എം പെർ പൗണ്ട് കിട്ടണം. അപ്പൊ ഡി എം പെർ പൗണ്ട് ഇവിടെ തന്നിരിക്കുന്ന മാർക്കറ്റ് റേറ്റിൽ തന്നിരിക്കുന്ന 1.5560 ഡിവൈഡഡ് ബൈ പെർ 1.5576 ആണ് എന്ന് പറഞ്ഞാൽ ബിഡ് റേറ്റും തന്നിട്ടുണ്ട്, ആസ്ക് റേറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് നോക്കണം? ബിഡ് ഡി എം പെർ പൗണ്ട് ഈക്വൽ ടു ഈസ് നോട്ട് ഈക്വൽ ടു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഡി എം പെർ പൗണ്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോ നമ്മുടെ ന്യൂമറേറ്ററിൽ ഡി എം വരണം, ഡിനോമിനേറ്ററിൽ പൗണ്ട് വരണം. ഇപ്പൊ വെട്ടി വെട്ടി പോകാനുള്ളത് വല്ലതും ഉണ്ടോ നോക്കുക. അപ്പോൾ അങ്ങനെയുള്ളത് ഡിനോമിനേറ്ററിൽ പൗണ്ട് വരുന്നത് യെസ്, ഫസ്റ്റ് വൺ ഉണ്ട്, ഡോളർ പെർ പൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ വെട്ടി വെട്ടി പോണെങ്കിൽ പിന്നെ എന്ത് വേണം? ഇവിടെ ഒന്നെങ്കിൽ ഡി എം പെർ ഡോളർ വരണം. പക്ഷെ നമുക്ക് ഡി എം പെർ ഡോളറിന്റെ ഒരു ഐറ്റം നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ പക്ഷെ എന്തുണ്ട്? ഡോളർ പെർ ഫ്രാങ്ക് ഉണ്ട്. അപ്പൊ എനിക്ക് അറിയേണ്ടത് ഡോളർ പെർ ഫ്രാങ്ക് അല്ല, ഫ്രാങ്ക് പെർ ഡോളർ അറിയണം വെട്ടി വെട്ടി പോകണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് വെട്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തും വരണം? ഫ്രാങ്ക് വരണം. അപ്പോഴാണ് ഫ്രാങ്ക് കംപ്ലീറ്റ് വെട്ടി പോവുള്ളൂ ക്രോസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇനി എനിക്ക് ബിഡ് ഡി എം ബൈ ഫ്രാങ്ക് ഉണ്ടോ നോക്കുന്നു. ഇല്ല, എനിക്ക് ബിഡ് ഡി എം ബൈ ഫ്രാങ്കും ഇല്ല. എനിക്ക് പക്ഷെ ഫ്രാങ്ക് ബൈ ഡി എം ഉണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്. അങ്ങനെ ഓപ്പോസിറ്റ് ആണെങ്കിൽ 1/, എടുക്കുക നമ്മൾ. പക്ഷെ എന്ത് ചെയ്യണം? ആസ്ക് ആയിരിക്കണം, ആസ്ക് ആയിരിക്കണം. അപ്പൊ 1/1.0078 മൾട്ടിപ്ലൈഡ് ബൈ ഡോളർ പെർ പൗണ്ട് ഉണ്ടോ നോക്കുന്നു. യെസ്, എനിക്ക് ഡോളർ പെർ പൗണ്ട് ഉണ്ട്. അതിന്റെ ബിഡ് 1.36701. നെക്സ്റ്റ് നോക്കേണ്ടത് ഫ്രാങ്ക് പെർ പൗണ്ട് ഉണ്ടോ, ഡോളർ ഉണ്ടോ? ഇല്ല, ഫ്രാങ്ക് പെർ ഡോളർ ഇല്ല. നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ? ഡോളർ പെർ ഫ്രാങ്കേ ക്വസ്റ്റ്യനിൽ തന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് ആണ്. 1/1/, ഡോളർ പെർ ഫ്രാങ്ക് ആണെങ്കിൽ 1/, ബിഡ് ആണെങ്കിൽ ആസ്ക്. ഇപ്പൊ ഡോളർ പെർ ഫ്രാങ്കിന്റെ ആസ്ക് 0.8803, 0.8803. സോ ഈക്വൽ ടു, ഇതെന്തായാലും ചെയ്തതാണ്. നിങ്ങൾക്ക് ആൻസർ 1.54086 എന്നുള്ളത് കിട്ടും. ഇനി ഇതേപോലെ നമുക്ക് എന്തും വേണം? ആസ്ക് റേറ്റും കണ്ടുപിടിക്കണം. ആസ്ക് റേറ്റ് ഡി എം പെർ പൗണ്ടിന്റെ ആസ്ക് റേറ്റ് ആണ്. അപ്പോൾ ആസ്ക് ന്യൂമറേറ്ററിൽ ഡി എം വരണം, ക്രോസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ പൗണ്ട് വരണം. അങ്ങനെ ഡിനോമിനേറ്ററിൽ പൗണ്ട് വരുന്നത് ആകെ ഒറ്റൊന്നേ ഉള്ളൂ, ഡോളർ പെർ പൗണ്ട്. അപ്പൊ ഞാൻ ഡോളർ വെട്ടണം, ഡോളർ വെട്ടണം. അപ്പൊ ഡോളറുമായി ബന്ധപ്പെട്ട് അടുത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡോളർ പെർ ഫ്രാങ്ക് ആണുള്ളത്. പിന്നെ അത് എടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ ആസ്ക്. ഡോളർ പെർ ഫ്രാങ്ക് പറ്റില്ല, വെട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോളർ പോകണം. അപ്പൊ ഫ്രാങ്ക് ഡിവൈഡഡ് ബൈ ഡോളർ ആയാലേ ഡോളർ പോകുള്ളൂ. ഇനി ആ ഫ്രാങ്കിന് പോകണം, കളയണം. അപ്പൊ ഫ്രാങ്കിനെ ഡിനോമിനേറ്ററിലാക്കുന്നു. അപ്പൊ ഈക്വൽ ടു ഡി എം പെർ ഫ്രാങ്ക് ഇല്ല നമ്മുടെ അടുത്ത്, ഫ്രാങ്ക് പെർ ഡി എം ഉള്ളൂ, ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആകുമ്പോൾ 1/, ചെയ്യുന്നു. ആസ്ക് ആണെങ്കിൽ എന്ത് എടുക്കുക? ബിഡ് എടുക്കുക, 1.0030 മൾട്ടിപ്ലൈഡ് ബൈ ഡോളർ പെർ പൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്, ആസ്ക് ആണ് 1.3708. ആൻഡ് ഫ്രാങ്ക് പെർ ഡോളർ ഇല്ല, ഡോളർ പെർ ഫ്രാങ്കേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ഫ്രാങ്ക് പെർ ഡോളർ ആണ്. 1/, ആസ്ക് ആകുമ്പോൾ ഓപ്പോസിറ്റ് ആണ്, ഡിവിഷൻ വരുമ്പോൾ ബിഡ്. അപ്പൊ ഡോളർ പെർ ഫ്രാങ്കിന്റെ ബിഡ് 8790, 0.8790. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1.55483 കിട്ടി. 1.55483. അപ്പൊ നമുക്ക് വേണ്ടൊരു ഡാറ്റ കിട്ടി. ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5560 ഡിവൈഡഡ് ബൈ 1.5576 is not equal to 1.54086 is to 1.5548. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തില്ല? മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റും ക്രോസ് റേറ്റും തമ്മിൽ പാരിറ്റി ഇല്ല, ഈക്വൽ അല്ല. അങ്ങനെ ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എനി ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ്, യെസ് ഇറ്റ് ഡസ് എക്സിസ്റ്റ്.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഇഫ് യെസ്, then find amount of riskless profit that can be generated with $10,000. ഓക്കെ, അടുത്തതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കുക? നമ്മൾ ഡോളറിൽ സ്റ്റാർട്ട് ചെയ്യും, വെട്ടി 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 അവസാനം നമ്മൾ തിരിച്ച് എങ്ങോട്ട് തന്നെ എത്തും? ഡോളർ തന്നെ എത്തും. അപ്പൊ ഡോളറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡോളറിൽ തന്നെ എത്തുമ്പോൾ റേറ്റ് മാറുന്നുണ്ടോ? ആ റേറ്റ് മാറുന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പറയുന്നത്? പ്രോഫിറ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കറൻസി എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഏത് വേണമെങ്കിലും എടുക്കാം ഡോളറിൽ നിന്ന്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് എവിടെ എത്തണം? നമ്മൾ തിരിച്ച് ഡോളറിൽ തന്നെ എത്തണം. അപ്പൊ ഡോളറിന്റെ ഫസ്റ്റ് തന്നെയുള്ള ഏതെങ്കിലും ഒരു കറൻസി എടുക്കുന്നു, ഡോളർ വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്ന ഡോളർ പെർ പൗണ്ട് എടുക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഡോളർ പെർ പൗണ്ട് 1.3670 by 1.3708 ആണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് സാധാരണ ഇന്ത്യൻ റുപ്പിക്ക് എടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തെറ്റില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ തെറ്റാനുള്ള സാധ്യത ഇത്തിരി കൂടുതലാണ്. അപ്പൊ ഈ ബൈയും ബിഡും മാസ്കും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആരുടെ ആംഗിളിലാണ് ബിഡും മാസ്കും ചെയ്യേണ്ടത്? ആരുടെ ആംഗിളിലാണ് ബിഡും മാസ്കും എടുക്കേണ്ടത്? അത് എടുക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറേ തെറ്റും. അപ്പൊ ഈ ഡോളർ പെർ പൗണ്ട് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ പൗണ്ടിന്റെ ആംഗിളിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡോളർ 10,000 പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ പൗണ്ടിന്റെ ആംഗിളിൽ ചിന്തിക്കണം. ഡോളർ 10,000 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നമ്മൾ ഇക്വലന്റ് ആയിട്ടുള്ള പൗണ്ട് എത്ര നോക്കുന്നു, പൗണ്ടിലോട്ട് എത്ര കൺവേർട്ട് ചെയ്ത് നോക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൗണ്ട് എന്താണ് ചെയ്യുന്നത്? പൗണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ പൗണ്ട് ബൈ ആണ് ചെയ്യുന്നത്. പൗണ്ട് ഡോളർ പൗണ്ടിന്റെ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ പൗണ്ട് നമ്മൾ ബൈ ചെയ്യുന്നു. പൗണ്ട് ബൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? സെല്ലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോറക്സ് ഡീലർ സെല്ല് ചെയ്യുന്നു. ഫോറക്സ് ഡീലർ സെല്ല് ചെയ്യുമ്പോൾ ഏത് റേറ്റ് എടുക്കണം? ആസ്ക് റേറ്റ് എടുക്കണം. ഏത് റേറ്റ് എടുക്കണം? 1.3708 എടുക്കണം. ഈ 10,000 ആണ് നമ്മൾ 1.37ലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഡോളർ പെർ പൗണ്ട് ആണ്. അപ്പോൾ ഒരു ഡോളർ 1.3708 ആവുമ്പോൾ പൗണ്ട് എത്രയുള്ളൂ? 1 ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 10,000ലേറെ കുറയണം. കാരണം ഡോളർ 1.3708 ആണ്, പൗണ്ട് എത്രയുള്ളൂ? 1 ഉള്ളൂ. പൗണ്ട് കുറവാണ്. അപ്പൊ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ അല്ല ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലാണ് വരിക. ഇവിടെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഡിവൈഡ് ചെയ്തു, ഈക്വൽ ടു, അപ്പൊ കൺവേർട്ട് ചെയ്യാണ്, $10,000 ഡിവൈഡഡ് ബൈ 1.3708 ഈക്വൽ ടു 10,000 divided by 1.3708 equal to 7295 equal to 729501. എന്താ കിട്ടിയത്? പൗണ്ട് ആണ് കിട്ടിയത്. പൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ പൗണ്ട് കൺവേർട്ട് ചെയ്യണം. ഇതിങ്ങനെ കൺവേർട്ട് ചെയ്ത് അവസാനം നമ്മൾ എങ്ങോട്ടാണ് എത്തണം? ഡോളറിൽ എത്തണം. ഇനി പൗണ്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ഇനി നമ്മൾ നോക്കൂ, പൗണ്ട് ആരായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഉള്ളത് നോക്കുക. മാർക്കറ്റ് റേറ്റ് ഓഫ് DEM ബൈ പൗണ്ട് ആണ്. അപ്പൊ അടുത്തത് നമുക്ക് ഉള്ളത് പൗണ്ട് വരുന്ന ഐറ്റം DEM ബൈ പൗണ്ട് ആണ്. അപ്പൊ ഫസ്റ്റ് ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്തു, സെക്കൻഡ് DEM പെർ പൗണ്ട് ഉണ്ട്. എത്ര DEM പെർ പൗണ്ട് നിൽക്കണേ? മാർക്കറ്റ് റേറ്റ് തന്നിട്ടുണ്ട് 1.5560 ബൈ 1.5576. അപ്പോൾ എഗെയിൻ ആരുടെ ആംഗിളിൽ ചിന്തിക്കണം? പൗണ്ടിന്റെ ആംഗിളിൽ ചിന്തിക്കണം. ഇന്ത്യൻ റുപ്പിയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർക്കാൻ പറ്റും. ഇങ്ങനെ തരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഡിനോമിനേറ്ററിന്റെ ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആൻസർ പെർഫെക്റ്റ് ആവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? DEM പെർ പൗണ്ട് ആണ് ഉള്ളത്. അപ്പൊ ഞാൻ പൗണ്ട് കൊടുത്തിട്ട് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാണ്? DEMലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? പൗണ്ട് കൺവേർട്ട് ചെയ്യുന്നത് DEMലോട്ടാണ്. ഓക്കെ, അപ്പൊ എൻ്റെ കയ്യിൽ പൗണ്ട് ഉണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? പൗണ്ട് സെല്ല് ചെയ്തിട്ട്
പൗണ്ട് സെല്ല് ചെയ്തിട്ട് എന്ത് വാങ്ങിക്കുന്നു? DM ബൈ ചെയ്യാണ്. അപ്പൊ DM ബൈ ആണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നോക്കുമ്പോൾ ആ രീതിയിലല്ല ചിന്തിക്കേണ്ടത്, ഡിനോമിനേറ്ററിന്റെ രീതിയിൽ വേണം ചിന്തിക്കാൻ. പൗണ്ട് എന്താ ചെയ്യുന്നത്? സെല്ലാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കേസിലും നമുക്ക് ഡോളറൊക്കെ ആയിരുന്നു. അപ്പോൾ റുപ്പി പെർ ഡോളറാ തരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വല്ലാണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എൻറ്റയർലി ഫോറിൻ കറൻസി ഒക്കെ വരുമ്പോൾ ആൻസർ തെറ്റാനുള്ള സാധ്യത ഉണ്ട്. ഡിനോമിനേറ്ററിന്റെ ആംഗിളിൽ ചിന്തിക്കുക. ഡിനോമിനേറ്റർ പൗണ്ട് ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? പൗണ്ട് സെല്ല് ചെയ്യുന്നു. അപ്പൊ പൗണ്ട് സെല്ല് ചെയ്യുമ്പോൾ ആര് വാങ്ങിക്കുന്നു? ഫോറക്സ് ഡീലർ ബൈ ചെയ്യുന്നു. കാരണം അല്ലെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആവും. ഫോറക്സ് ഡീലർ ബൈ ചെയ്യുന്നു. ഫോറക്സ് ഡീലർ ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പൊ ഏത് റേറ്റ് എടുക്കേണ്ടത്? ബിഡ് റേറ്റ് വേണം എടുക്കാൻ. DM-ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. എന്താ നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത്? പൗണ്ട് ആണ് കൺവേർട്ട് ചെയ്യുന്നത്. എത്ര പൗണ്ട് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ? പൗണ്ട് 7295.01 DM-ലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ DM-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, DEM ബൈ പൗണ്ട് ആണ്. എന്ന് പറഞ്ഞാൽ DEM 15560 ആകുമ്പോൾ പൗണ്ട് 1 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ DEM കൂടുതലാണ്. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? എത്രയാണ് DEM? പൗണ്ട് നമ്മൾ DM-ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. DM-ന്റെ വാല്യൂ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. 1.5660. നമുക്ക് കിട്ടുന്ന ആൻസർ എന്തിലേറെ കൂടണം? 7295.01 കൂടണം. അപ്പൊ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11,351.04 DEM കിട്ടി. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്? ഡോളറിൽ സ്റ്റാർട്ട് ചെയ്ത് പല പല കറൻസിയിലോട്ട് ക്രോസ് ചെയ്ത് തിരിച്ച് ഡോളറിലോട്ട് വരുമ്പോൾ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ വ്യത്യാസമായിരിക്കും പ്രോഫിറ്റ്. അപ്പൊ ആദ്യം ഡോളറിന്ന് പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്തു, പിന്നെ പൗണ്ടിന്ന് DM-ലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ കയ്യിൽ 11,351.04 DM ഉണ്ട്. ഇനി DM-വുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അടുത്ത ഐറ്റം എന്താണ്? ഫ്രാങ്ക് പെർ DM ഉണ്ട്. അപ്പൊ അടുത്തത് നമ്മൾ എന്തെടുക്കണം? ക്രോസ് ചെയ്യേണ്ടത് ഫ്രാങ്ക് പെർ DM ആണ്. ക്രോസ് ചെയ്യേണ്ടത് ഫ്രാങ്ക് പെർ DM നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഫ്രാങ്ക് പെർ DM എത്രയാ? 1.0030 ബൈ 1.0078 ആണ്. ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ DM ഉണ്ട്. DEM നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. DM എന്ത് ചെയ്യണം? ഫ്രാങ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ DEM നമ്മൾ ആരുടെ ആംഗിളിലാണ് ചിന്തിക്കേണ്ടത്? ആരാണോ ന്യൂമറേറ്ററിലുള്ളത് ആളുടെ ആംഗിളിൽ വേണം ചിന്തിക്കാൻ. സോറി, ഡിനോമിനേറ്ററിലുള്ളത് ആളുടെ ആംഗിളിൽ വേണം ചിന്തിക്കാൻ. അപ്പൊ നമ്മൾ DM കൺവേർട്ട് ചെയ്യാണ്. DEM കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ DM നമ്മൾ സെല്ല് ചെയ്യുന്നു, അല്ലെ? നമ്മുടെ കയ്യിൽ DM ആണുള്ളത്. DM സെല്ല് ചെയ്യുന്നു, എന്നിട്ട് ഫ്രാങ്ക് ബൈ ചെയ്യുന്നു. ഫ്രാങ്കിന്റെ കാര്യം നോക്കണ്ട, ഡിനോമിനേറ്ററിലുള്ള ആള് DM ആണ്. DM സെല്ലാണ് ചെയ്യുന്നത്. DM സെല്ലാണെങ്കിൽ ഫോറക്സ് ഡീലർ എന്ത് ചെയ്യുന്നു? ബൈ ചെയ്യുന്നു. ഫോറക്സ് ഡീലർ ബൈ ചെയ്യുന്നു. ഫോറക്സ് ഡീലർ ബൈ ചെയ്യുമ്പോൾ ഏത് റേറ്റ് നോക്കണം? ബിഡ് റേറ്റ് നോക്കണം. BB, ബിഡ് റേറ്റ്. ഓക്കെ, അപ്പോൾ അഗെയിൻ ഫ്രാങ്ക് പെർ DM ആണ്. നമുക്ക് എന്താ വേണ്ടത്? DM ഫ്രാങ്കിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഫ്രാങ്ക് പെർ DM എന്ന് പറഞ്ഞാൽ ഫ്രാങ്ക് ബൈ DEM. ഫ്രാങ്ക് 1.003 ആകുമ്പോൾ DM 1 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ DM-ന്റെ വാല്യൂ കുറവും ഫ്രാങ്കിന്റെ വാല്യൂ കൂടുതലുമാണ്. നമ്മൾ ഫ്രാങ്ക് ആണ് നോക്കുന്നത്. DM ഫ്രാങ്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ DM-ലേറെ കൂടുതലായിരിക്കും ഫ്രാങ്ക്. അപ്പോൾ എന്ത് ചെയ്യണം? കൺവേർഷൻ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. 11,351.04 DM ആണ്. അതാണ് നമ്മൾ ഫ്രാങ്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഫ്രാങ്കിന്റെ വാല്യൂ കൂടുതലാണ്, മൾട്ടിപ്ലൈ ചെയ്യണം. ബിഡ് റേറ്റ് ആണ് 1.0030. So equal to 11,351.04 multiplied by 1.0030 equal to 11,385.01 franc. കയ്യിൽ ഫ്രാങ്ക് ആയി. ഇനി ആ ഒരു കാര്യം തന്നെ ഉള്ളൂ, ഡോളർ പെർ ഫ്രാങ്ക് ഉണ്ട്.
ഡോളർ പെർ ഫ്രാങ്ക് ഉണ്ട്. ഇനി ഡോളറിന് എന്താണ് സംഭവിക്കുന്നത് നോക്കണം. ഫോർത്ത് വൺ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഫ്രാങ്ക് ഉണ്ട്, 11,385.09 ഫ്രാങ്ക് ഉണ്ട്. ഈ ഫ്രാങ്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? ലാസ്റ്റ് ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യും. ഫ്രാങ്ക് ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ഡോളർ പെർ ഫ്രാങ്കിന്റെ റേറ്റ് അവൈലബിൾ ആണ്. ഡോളർ പെർ ഫ്രാങ്ക് ഈക്വൽ ടു 0.8790 ബൈ 0.8803. ഓക്കെ, ഇപ്പൊ ഡോളർ പെർ ഫ്രാങ്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രാങ്ക് കൺവേർട്ട് ചെയ്ത് എന്താക്കുന്നു? ഡോളർ ആക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രാങ്ക് സെല്ല് ചെയ്യുന്നു. ഫ്രാങ്ക് സെല്ല് ചെയ്യുന്നു, എന്നിട്ട് ഡോളർ ബൈ ചെയ്യുന്നു. നമ്മുടെ ആരുടെ ആംഗിളിലാണ് ചിന്തിക്കേണ്ടത്? ആരാണോ ഡിനോമിനേറ്ററിലുള്ളത് ആളുടെ ആംഗിളിൽ. അപ്പൊ ഫ്രാങ്ക് എന്താ ചെയ്യുന്നത്? സെല്ലാണ് ചെയ്യുന്നത്. അപ്പൊ ഫോറക്സ് ഡീലർ എന്ത് ചെയ്യുന്നു? ബൈ ചെയ്യുന്നു. ഫോറക്സ് ഡീലർ ബൈ ചെയ്യുന്നു. ഫോറക്സ് ഡീലർ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ ഏത് റേറ്റ് എടുക്കണം? ബിഡ് റേറ്റ് എടുക്കണം. ബിഡ് റേറ്റ് എടുക്കണം. ഓക്കെ, ഇനി അപ്പോൾ കൺവേർട്ട് ചെയ്യുന്നു. 11,385.09 ബിഡ് റേറ്റ് 0.8790 ഈക്വൽ ടു 11.385.09 multiplied by 8790 equal to $49. ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്തത് ശരിയാണോ അല്ലേ നോക്കുകയാണ്, അതോ ഡിവിഷൻ ആണോ ചെയ്യേണ്ടത് നോക്കുന്നു. ഇപ്പൊ ഡോളർ 0.8790 പെർ ഫ്രാങ്ക് ആണ്. അപ്പൊ ആരാ കുറവ്? ഡോളർ ആണ് കുറവ്. ഒരു ഫ്രാങ്ക് ഉണ്ടാകുമ്പോൾ ഡോളറിന്റെ വാല്യൂ എത്രയാ? 0.8790 ആണ്. എന്ന് പറഞ്ഞാൽ ഫ്രാങ്കിലേറെ ലോവർ ആണ് ഡോളർ. നമുക്ക് അങ്ങനെ തന്നെയാണോ? യെസ്, നമ്മുടെ ഫ്രാങ്ക് എന്ന് പറയുന്നത് 11,385 ആയിരുന്നു. അത് നമ്മൾ ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഡോളർ വെറും 10,000 ആണ്. അപ്പൊ ഡോളർ ലോവർ ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തത് ശരിയാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലേറെ വേറൊരു ആൻസർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഫൈനൽ കൺക്ലൂഷൻ വരാം. അപ്പൊ നമ്മൾ എത്രയിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ഡോളർ 10,000 സ്റ്റാർട്ട് ചെയ്തത്. അത് എൻഡ് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത് ഡോളർ 10,000. ഇത് എൻഡ് ചെയ്തത് എപ്പോഴാ? ഡോളർ 10,000 ക്രോസ് ചെയ്ത് വന്നപ്പോ ഡോളർ 10,000 ആഫ്റ്റർ ക്രോസ് എക്സ്ചേഞ്ച്. ക്രോസ് ചെയ്ത് വന്നപ്പോ 7.49 വന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ലാഭം കിട്ടി. എത്ര നമുക്ക് ലാഭം കിട്ടിയത്? 7.49 ലാഭം കിട്ടി. അപ്പൊ നമ്മളോട് ചോദിച്ചപ്പോൾ എത്രയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക? therefore profit equal to 7.49 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. therefore profit equal to 7.49. ഓക്കെ, $7.49. ഇനി നിങ്ങളുടെ എക്സാമിനേഷനിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണം എഴുതാൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പോയിന്റ്സ് എഴുതണം. ഡോളർ 10,000 കൺവേർട്ട് ടു പൗണ്ട് ആണ്. ദാറ്റ് ഈസ് പൗണ്ട് ബൈ ചെയ്യുന്നു. ഫോറക്സ് ഡീലർ സെല്ല് ചെയ്യുന്നു. അപ്പോൾ ആസ്ക് റേറ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനിലും ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അത് നിങ്ങൾ ആൻസറിൽ എഴുതും വേണം. അതിനാണ് അവർ മാർക്ക് തരിക. ഫുൾ കാൽക്കുലേഷൻ ആവാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ഈച്ച് പോയിന്റ് എന്തുകൊണ്ടാണ് നമ്മൾ എടുത്തത്, നമ്മൾ എന്തുകൊണ്ട് ബിഡ് എടുത്തു, നമ്മൾ എന്തുകൊണ്ട് ആസ്ക് എടുത്തു എന്ന് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങളുടെ എക്സാമിനേഷനിലും വേണം, നോട്ടായിട്ട് എഴുതണം. അത് ആ ചെയ്യുന്ന സമയത്ത് തന്നെ എഴുതിയാൽ മതി. നമ്മൾ ഇവിടെ ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ബയർ ചെയ്യുന്നു അല്ലെങ്കിൽ സെല്ലർ ചെയ്യുന്നു, അതുകൊണ്ട് ബിഡ് റേറ്റ് എടുത്തു, അല്ലെങ്കിൽ അതുകൊണ്ട് ആസ്ക് റേറ്റ് എടുത്തു. എന്തുകൊണ്ട് ബിഡ് എടുത്തു, എന്തുകൊണ്ട് ആസ്ക് എടുത്തു എന്നുള്ളത് എക്സാമിനേഷനിൽ കാണിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 13 തീർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14 തീർന്നു. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 15 പോവുകയാണ്. ഇത്തിരി വ്യത്യാസമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. റീഡ് ചെയ്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 15. Okay. AB Limited is considering taking up a new project in UK at the cost of
26 million. The exchange rate is pound 1.90, 1.9 per rupees. And the required rate of return is 16%. Cash flow after tax from the project is expected to be as follows. Year 1 to 3. Year 1 to 3, 3 million ആണ് cash flows. എന്ന് പറഞ്ഞാൽ 1 to 3 3 million. ഫസ്റ്റ് ഇയറിൽ 3 million, സെക്കൻഡ് ഇയറിൽ 3 million, തേർഡ് ഇയറിൽ 3 million ആണ് കിട്ടുന്നത്. 4 to 6 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഇയറിൽ, ഫിഫ്ത്ത് ഇയറിൽ, സിക്സ്ത് ഇയറിൽ 4 million ഈച്ച്. സെവൻത്ത് ഇയറിൽ 5 million, എയ്ത്ത് ഇയറിൽ 5 million, നയൻത്ത് ഇയറിൽ 5 million. 10 to 19 എന്ന് പറഞ്ഞാൽ 10th ഇയറിൽ 6 million, 11th ഇയറിൽ 6 million, അങ്ങനെ 19th ഇയർ വരെ. Find NPV from this project. Second, find NPV under following exchange rate. അപ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് NPV from this product ആണ് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്നത് ഫോളോയിങ് എക്സ്ചേഞ്ച് റേറ്റ് യൂസ് ചെയ്തിട്ട് NPV കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നോർമൽ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നു. നോർമൽ NPV ആണെങ്കിലും അവിടെ 4x വരും. സോറി, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ NPV കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ NPV കാൽക്കുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ SFM-ലൊക്കെ ഇതിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. NPV കാൽക്കുലേറ്റ് ചെയ്യുന്നു. 0th ഇയർ. 0th ഇയറിൽ ക്യാഷ് ഫ്ലോ ഏത് ഇതിലാണ് തന്നിരിക്കുന്നത്? നമുക്ക് ഏത് കറൻസിയാണ് തന്നിരിക്കുന്നത്? പൗണ്ടിലാണ്. ക്യാഷ് ഫ്ലോസ് ഇൻ പൗണ്ടിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 0th ഇയറിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേണം? 26 million വേണം. അപ്പോൾ ഔട്ട്ഫ്ലോ ആണ്, നെഗറ്റീവ് ഇടുന്നു. പിന്നെ ഫസ്റ്റ് ഇയർ ടു 3 years എത്രയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോസ്? 3 million ആണ്. 1 to 3 year 3 million ആണ്. നെക്സ്റ്റ് 4 to 6 year നമ്മുടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എത്രയാ? 4 to 6 year ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. 4 to 6 year ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 4 million ആണ്. 7 to 9 years എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ആസ് പെർ ദി ക്വസ്റ്റ്യൻ 5 ആണ്. ആൻഡ് 10 to 19 എന്ന് പറയുന്നത് 6 million ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മുടെ പ്രസന്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരുന്നതിന് മുൻപ് നമ്മളുടെ ആൻസർ ചോദിക്കുന്നത് ഡോളറിലാണ്. അപ്പോൾ AB ലിമിറ്റഡ് ഈസ് കൺസിഡറിംഗ് ടേക്കിംഗ് അപ്പ് എ ന്യൂ പ്രൊജക്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ പൗണ്ട് 1.9 per dollar ആണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഡോളർ വാല്യൂലാണ് ഇത് അറിയേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഫിഗേഴ്സിന്റെ എല്ലാം ഡോളർ വാല്യൂ എത്രയെന്ന് അറിയണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? എക്സ്ചേഞ്ച് റേറ്റിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്രയാണ് എക്സ്ചേഞ്ച് റേറ്റ്? എക്സ്ചേഞ്ച് റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് ഫസ്റ്റ് ഇതിൽ പറയുന്നത് 1.9 ആണ്. ഇതാണ് പൗണ്ട് പെർ ഡോളർ ആണ്. അപ്പൊ അത് 1.9 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ തേർഡ് വൺ എല്ലാത്തിലും 1.9. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിന്റെ എല്ലാ ഫിഗേഴ്സ് മാറ്റിയിട്ട് അങ്ങനെയാണെങ്കിൽ എത്രയാണ് NPV എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇക്വാലന്റ് നമ്മൾ നോക്കണം. അപ്പോൾ എന്തായിരുന്നു? ഏതാ കൂടുതൽ? പൗണ്ട് ആണ് കൂടുതൽ, ഡോളർ കുറവാ. അപ്പൊ എന്ത് ചെയ്യണം? 26 divided by 1.9 കുറവാണ്. അപ്പൊ ഡോളർ വാല്യൂ കുറവാണ്. കുറവ് കിട്ടുന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ നോർമലി 13.68.
3 divided by 1.9 equal to 1.5789. $13.6842 ആക്കുന്നുണ്ട്. ഇത് ഔട്ട്ഫ്ലോ ആണ്, അപ്പോൾ നെഗറ്റീവ്. നെക്സ്റ്റ് 4 divided by 1.9 equal to 2.1053. Next 5 divided by 1.9 equal to 2.6316. Next 6 divided by 1.9 equal to 3.1579. ഓക്കെ, അത് കിട്ടി. അപ്പോൾ നമുക്ക് ഡോളർ വാല്യൂയിൽ കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിൻ്റെ NPV കാണുന്നു. അപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കണം. ഡിസ്കൗണ്ട് ഫാക്ടർ 16 ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രസന്റ് വാല്യൂ ടേബിൾ തരും, അത് തരാതെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്കൗണ്ട് ഫാക്ടർ ഫസ്റ്റ് ഇയറിൽ 0th ഇയറിൽ നോക്കേണ്ട ആവശ്യമില്ല, നെഗറ്റീവ് ആണ്, 1 ആയിരിക്കും. നെഗറ്റീവ് ഒന്നുമില്ല, 1 ആയിരിക്കും. ഇനി 1 to 3ലാണ് 3 million എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ 3 million, സെക്കൻഡ് ഇയറിൽ 3 million ആൻഡ് തേർഡ് ഇയറിൽ 3 million. അപ്പൊ ആദ്യത്തെ 3 വർഷങ്ങളിൽ 3 million ആണ്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ആനുറ്റി ഫാക്ടർ എടുക്കാം. അപ്പൊ ഞാൻ ആനുറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്നു 1 to 3 ഇയർ. 1 divided by 1. ഞാൻ ഇവിടെ നമുക്ക് 19 വർഷം വരെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആനുറ്റി ഫാക്ടർ ഇങ്ങനത്തെ വലിയ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആനുറ്റി ഫാക്ടർ തന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എൻ്റെ ആനുറ്റി ഫാക്ടർ ടേബിളിൽ പോകുന്നു. നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ആനുറ്റി ഫാക്ടർ തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വേണ്ടത് 16% ആനുറ്റി ഫാക്ടർ ആണ്. അപ്പൊ 1 to 3 ഇയേഴ്സിന്റെ 16 ആനുറ്റി ഫാക്ടർ ഇനി ചില എക്സാമിനേഷനിൽ തരുന്നുണ്ടാവില്ല. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്, ആനുറ്റി ഫാക്ടർ ഫുള്ള് 1 to 19 ഇയേഴ്സിന്റെ കണ്ടുപിടിക്കുന്നു, ഇൻ കേസ് എക്സാമിനേഷനിൽ തന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ 1 divided by 1.16 equal to 0.8621 first year divided by 1.16 second yearൽ 0.7432 divided by 1.16 equal to third yearൽ 0.6407. അപ്പോൾ 1 to 3 ഇയേഴ്സിൽ 0.8621 plus 0.7432 plus 0.6407 equal to 2.246. അപ്പോൾ 1 to 3 ഇയേഴ്സിന്റെ ആനുറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 2.246 ആണ്. അപ്പൊ നമുക്ക് വേണ്ട ഒരെണ്ണം കിട്ടി, 2.246. നെക്സ്റ്റ് നമുക്കിനി വേണ്ടത് 4 to 6 ആണ്. അപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നു. 4th ഇയർ ആകുമ്പോൾ 0.6407 divided by 1.16 equal to 0.5523. 5th ഇയറിൽ 0.4761. എല്ലാവർക്കും പ്രസന്റ് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും ഇന്റർവെൽ പഠിച്ചിട്ടുണ്ടാകും. ഈക്വൽ ടു 0.4105. അപ്പോൾ 4 to 6ന്റെ ആനുറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 4th, 5th, 6th ഇയറിന്റെ ഡിസ്കൗണ്ട് ഫാക്ടർ 1.439 എന്നാക്കുന്നു, അല്ലെങ്കിൽ 89. ചെറിയ റൗണ്ടിങ് ഓഫ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ നമുക്ക് വേണ്ടത് 7 to 9 ആണ്. 0.4105 divided by 1.16 equal to 0.3539. 8th ഇയറിൻ്റെത് 0.3051
9th ചെയ്യേണ്ടത് 0.2630, 0.3539 plus 0.3051 plus 0.2630 equal to 0.922. Sorry. 729.922. ഇത് 1.439 and 729.922. ഈ 10 to 19 കാണണം, കുറച്ചധികം ഉണ്ട്. 0.2630 divided by 1.16, 0.2267 divided by 1.16, 0.1955 divided by 1.16, 0.1685 divided by 1.16, 0.1453 ബാക്കിയുള്ളത് കൂടി കണ്ടുപിടിക്കും. ഇതെല്ലാം ആഡ് ചെയ്യണം. .2267 അങ്ങനെ ആഡ് ചെയ്യും. $1.271 എത്ര കിട്ടും? 1.271. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ഡാറ്റാസ് എല്ലാം കിട്ടി. 1.271 അപ്പോ ഇനി എന്ത് ചെയ്യുന്നു? ഇനി ഇതിന്റെ എന്ത് കണ്ടുപിടിക്കുന്നു? പ്രസന്റ് വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ഡോളറിന്റെ പ്രസന്റ് വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യുക. ദിസ് മൾട്ടിപ്ലൈഡ് ബൈ ദിസ് ആണ് പ്രസന്റ് വാല്യൂ ഇൻ ഡോളേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് -13.6842. $1.5789 multiplied by 2.246 equal to 3.5462. Next, $2.1053
multiplied by 1.439 equal to 3.0295. Next, 2.6316 into 0.922 equal to 2.4263. 3.1579 into 1.271 equal to 4.0137. അപ്പോൾ ഇതിന്റെ NPV എന്ന് പറയുന്നത് ഈ ഫിഗേഴ്സ് മൈനസ് ഈ ഫിഗർ ആയിരിക്കും. അപ്പോൾ 3.5642 പ്ലസ് 3.0295 പ്ലസ് 2.4263 പ്ലസ് 4.0137. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ആൻസർ റൗണ്ടിങ് ഓഫ് എറർ കാരണം, പ്രശ്നമൊന്നുമില്ല. minus 13.6842. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോസ് -0.6505 ആണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പൊ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്യരുത്. എനിവേ അത് ചോദിച്ചിട്ടില്ല. ഫൈൻഡ് NPV ഫ്രോം ദിസ് പ്രൊജക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. കൺക്ലൂഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ നമ്മൾ സാധാരണ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് വൺ, അടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സെയിം തന്നെയാണ്. ഇത് സെയിം വെച്ചിട്ട് എന്ത് പറഞ്ഞു? ഫൈൻഡ് NPV ഫ്രോം ദിസ് പ്രൊജക്ട്. സെക്കൻഡ്, ഫൈൻഡ് NPV അണ്ടർ ദി ഫോളോയിങ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. 1 to 3 1.84 ആയിരുന്നെങ്കിൽ 1 to 3 1.84 ആയിരുന്നെങ്കിൽ 4 to 6 1.78 ആണെങ്കിൽ 7 to 9 1.72 ആണെങ്കിൽ 10 to 9 ഈ ഇതിലാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ NPV കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ ടേബിൾ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നു. നമുക്ക് ഫിഗേഴ്സ് എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഫിഗേഴ്സ് എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ ക്യാഷ് ഫ്ലോസ് സെയിം ആണ്. ഏത് മാത്രം വ്യത്യാസമേ ഉള്ളൂ? എക്സ്ചേഞ്ച് റേറ്റ് മാത്രമേ വ്യത്യാസപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. ക്യാഷ് ഫ്ലോസ് സെയിം ആണ്. അപ്പൊ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ്സ് മാറ്റണം. എക്സ്ചേഞ്ച് റേറ്റ് മാറ്റണം. 0th ഇയറിൽ എത്രയായിരിക്കും? സ്പോട്ട് ആണ്, 1.9 ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 1 to 3 നമ്മുടെ റേറ്റ് എത്രയാ? 1.84 ആണെങ്കിൽ 1.84 ആണെങ്കിൽ 4 to 6 എത്ര ക്വസ്റ്റ്യൻ റേറ്റ് പറയുന്നത്? 1.78. ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. 7 to 9 റേറ്റ് 1.72 ആൻഡ് 10 to 19 റേറ്റ് 1.65. ഓക്കെ, അപ്പൊ അത് മാറ്റി. അപ്പൊ അത് മാറ്റുമ്പോൾ നമ്മളുടെ ഡോളർ വാല്യൂസ് ചേഞ്ച് ആവും. അപ്പൊ 3 divided by 1.84 equal to 1.6304. 4 divided by 1.78. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഫോറക്സ് റേറ്റ്സ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. 2.2472. 5 divided by 1.72 equal to 2.9070. 6 divided by 1.65 equal to 3.6363. 636 ആണ്. 6364. ഇപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ ചേഞ്ച് ചെയ്യില്ല, സെയിം ആണ്. 2.246, 1.439 എക്സെട്ര 16% തന്നെയാണ്. പിന്നെ എന്ത് മാറും? നമ്മുടെ ഇവിടുത്തെ പ്രസന്റ് വാല്യൂ ഡോളറിൽ വരുന്നത് മാറും. അപ്പൊ ഫസ്റ്റ് കേസിൽ സെയിം തന്നെ ആയിരിക്കും. 13.6842 മൾട്ടിപ്ലൈഡ് ബൈ 1 ആണ്. നെക്സ്റ്റ്
1.6304 multiplied by 2.246 equal to 3.6619. 2.2472 multiplied by 1.439 equal to 3.2337. 2.9070 multiplied by 0.922 equal to 2.6803. 3.6364 multiplied by 1.271 equal to 4.6219. But 13.6842 minus 3.6619 minus 3.22337, 2.6803, 4.6219. പോസിറ്റീവ് ആയിട്ടുള്ള 0.5032 സംതിങ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ NPV പോസിറ്റീവ് ആണ്. ചെറിയ റൗണ്ടിങ് ഓഫ് എറർ ഒക്കെ ഉണ്ടാവും, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ തീർന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. Question number 16. AB Limited of UK is a supplier of toys to UK and other European countries. The company wants to make joint venture JV-US with manufacturer of US. Both this company will own 50% of asset of joint venture and will share profit equally. For 50-50. Will share profits equally. AB Limited will be providing initial capital of £450 in the joint venture. And equivalent amount will be provided by manufacturer of US in US dollar. അപ്പോൾ UK-ലും US-ലുള്ള രണ്ട് ആളുകൾ ജോയിന്റ് വെഞ്ചറിൽ വരികയാണ്. 50-50 ആയിട്ട് അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യും. അപ്പോൾ AB ലിമിറ്റഡ് £450 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. £450ക്ക് തുല്യമായിട്ടുള്ള ഒരു USD മാനുഫാക്ചററും USD-യിലുള്ള അമേരിക്കയിലുള്ള ആ ജോയിന്റ് വെഞ്ചറും ഇൻവെസ്റ്റ് ചെയ്യും. Net operating cash flows from joint venture are expected to be 4,250, 6,500, 8,350 for year 1, 2, 3 respectively. The discount rate is 16%. The forward exchange rate are as follows. Ignore tax and decimal point. Calculate NPV of project under 2S assumption and advise AB Limited for entering into joint venture. The payment of dividend will not be above 50% of annual cash flows for the first 3 years. The accumulated balance from project will be shared equally by both at the end of third year. All the cash flows will be distributed between joint ventures at the end of each year. അപ്പോൾ നമ്മുടെ NPV കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നു ക്വസ്റ്റ്യൻ നമ്പർ 16. ഓക്കെ, അപ്പോൾ NPV ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ NPV കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം AB ലിമിറ്റഡിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇയർ 0. ഇയർ 0-ൽ AB ലിമിറ്റഡിന്റെ എമൗണ്ട് സ്റ്റെർലിംഗിൽ AB ലിമിറ്റഡ് 450 ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് AB ലിമിറ്റഡിന്റെ കാര്യത്തിലാണ്. AB ലിമിറ്റഡ് സ്റ്റെർലിംഗ് ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് എല്ലാം എന്തിലാണ്? ഡോളർ റേറ്റിലാണ് തന്നിരിക്കുന്നത്. അത് ഓർമ്മ വേണം.
തന്നിരിക്കുന്നതെല്ലാം ഡോളർ റേറ്റിലാണ്. ഇപ്പോൾ 450 ആണ് സ്റ്റെർലിംഗിൽ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സ്റ്റെർലിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. 450 ആണ് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് ആണ്. ഇനി ഫസ്റ്റ് ഇയറിൽ എത്രയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടിയിരിക്കുന്നത്? നമുക്ക് ക്യാഷ് ഫ്ലോസ് നോക്കണം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഫസ്റ്റ് ഇയറിൽ ഡോളറിലാണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, $4,250 ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 6,500ഉം തേർഡ് ഇയറിൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 8,350 ആണ്. അപ്പോൾ 6,500 ആൻഡ് തേർഡ് ഇയറിൽ 8,350 ആണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല. ക്യാഷ് ഫ്ലോസ് എന്താ പറയുന്നത്? നമ്മുടെ ഫസ്റ്റ് അസംഷനിൽ 50% ആണ് AB ലിമിറ്റഡിന് കിട്ടുക. AB ലിമിറ്റഡ് 50-50 ആണ്. 50% ഷെയർ ആണ്, ഈക്വൽ ആണ്. അപ്പോൾ AB ലിമിറ്റഡിൽ ഇതിൽ 2125 കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. 2125 കിട്ടും. 6,500 ഡിവൈഡഡ് ബൈ 2 3,250 കിട്ടും. ആൻഡ് 8,350യുടെ 50% എന്ന് പറഞ്ഞാൽ 4,175. ഇതാണ് AB ലിമിറ്റഡിന്റെ ഷെയർ. ഇനി ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇനി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കിയേ, അതല്ല നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആണ്. പ്രോഫിറ്റ് അത്രയൊക്കെ ഉണ്ട്, പക്ഷെ ആ പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. പ്രോഫിറ്റ് 4,250 ഉണ്ട്. അതിൽ AB ലിമിറ്റഡിന്റെ ഷെയർ 2125 ആണ്. പ്രോഫിറ്റ് 6,500 ഉണ്ട്. അതിൽ AB ലിമിറ്റഡിന്റെ ഷെയർ 3,250 ആണ്. പ്രോഫിറ്റ് 8,350 ഉണ്ട്. അതിൽ AB ലിമിറ്റഡിന്റെ ഷെയർ 4,175 ആണ്. പക്ഷെ അത്രയൊന്നും കിട്ടില്ല. എന്തുകൊണ്ടാ? ഡിവിഡൻഡ് ആണ് കൊടുക്കുന്നത്. ഡിവിഡൻഡ് എത്രേ കൊടുക്കുന്നുള്ളൂ? വിൽ നോട്ട് ബി എബോവ് 50% ഓഫ് ആനുവൽ ക്യാഷ് ഫ്ലോസ്. അപ്പൊ എത്ര ക്യാഷ് നമുക്ക് കിട്ടുന്ന ഷെയർ? 2125 ആണ്. അപ്പോ 50% ഡിവിഡൻഡ് ആണ് നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് കിട്ടുന്നത്. ഡിവിഡൻഡ് എത്രയാ? 50%-ൽ കൂടില്ല. മാക്സിമം 2125ന്റെ 50%. 2125 60%. 1062.5. 3250 divided by 3250 multiplied by 0.5, 1625. And 4175ന്റെ പകുതിയെ നമുക്ക് കിട്ടുള്ളൂ. 2087.5. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എല്ലാം കംപ്ലീറ്റ് എന്തിലാ? ഡോളേഴ്സിലാണ്. നമുക്ക് വേണ്ടത് ഡോളേഴ്സിലല്ല, നമുക്ക് വേണ്ടത് ഏതിലാ? പൗണ്ടിലാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പൗണ്ടിലാണ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് കറക്റ്റ് പൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് പോയത് പൗണ്ട് 450 ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ പറയുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ കൺവേർട്ട് ഡോളർ ഇൻടു പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന് നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡോളർ ക്വസ്റ്റ്യനില് റേറ്റ് തന്നിട്ടുണ്ട്. സ്റ്റെർലിംഗ് പെർ ഡോളർ തന്നിട്ടുണ്ട്. എന്താ ഈ സ്റ്റെർലിംഗ് എന്ന് പറഞ്ഞാൽ? പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെർലിംഗ്. ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട് സ്റ്റെർലിംഗ് എന്നൊക്കെ പറയാറുണ്ട്. സ്റ്റെർലിംഗ് പെർ ഡോളർ തന്നിട്ടുണ്ട്. സ്റ്റെർലിംഗ് എത്രയാ? 10 ആണ്. പെർ ഡോളർ 1 ആണ്. അപ്പോൾ ഏതാ കുറവ്? ഡോളർ ആണ് കുറവ്. സ്റ്റെർലിംഗ് കൂടുതലാണ്, പൗണ്ട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത് കൺവേർട്ട് ചെയ്യുന്നു. എന്ത് കൺവേർട്ട് ചെയ്യുന്നു? പൗണ്ട് ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. കാരണം 10/1 ആണ്. അപ്പൊ ഇത് 106.25. ഇത് കിട്ടിയത് 1062.5 ഡിവൈഡഡ് ബൈ 10. അപ്പൊ ഇത് 162.5 ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇയറിൽ 15 ആണ്. അപ്പൊ 1625 റേറ്റ് 15 ആണ്. 1625 ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു
108.33. Next, 2087.5 divided by third year rate is 21. 99.40 ഒക്കെ ആയിട്ട് വരുന്നു 40 99.40. ഓക്കെ, അപ്പോൾ കൺവേർട്ട് ചെയ്തപ്പോൾ കിട്ടിയ റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നുണ്ട്, ഇത് പൗണ്ടിലാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഒന്നും ചെയ്യേണ്ട, 450 പൗണ്ട് തന്നെയാണ്. പിന്നെ ഇത് നോക്കുന്നു, ഇതിൻ്റെ NPV എന്താണ്. ക്യാഷ് ഫ്ലോസ് കിട്ടി. ഇപ്പോൾ 106.25 പ്ലസ് 108.33 പ്ലസ് 99.40 മൈനസ് 450. എനിക്ക് ഫിഗർ നെഗറ്റീവിലാണ് വരുന്നത്, 136.02 നെഗറ്റീവിൽ വരുന്നു. അപ്പോൾ നെഗറ്റീവിൽ വരുന്ന സമയത്ത് നമുക്കൊരു കാര്യം അറിയാം. എന്തറിയാം? അത് സെലക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇവിടെ ചെറിയൊരു ഇതുണ്ട്, 99.40. ഇപ്പൊ നമുക്ക് കിട്ടിയത് വാല്യൂസ് ആണ്, ജസ്റ്റ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, വാല്യൂസ് ആണ്. ഓക്കെ, നമുക്ക് പ്രസന്റ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രസന്റ് വാല്യൂയിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ പൗണ്ടിലാണ് എടുത്തിരിക്കുന്നത്, ഡോളേഴ്സിൽ. അപ്പോൾ പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രസന്റ് വാല്യൂ ഫസ്റ്റത്തെ കേസിൽ 450 നമുക്കിപ്പോൾ ഡോളറിൽ കിട്ടിയിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഫാക്ടർ അറിയണം. ഇപ്പൊ ക്യാഷ് ഫ്ലോസ് മാത്രമേ കിട്ടിയിട്ടേ ഉള്ളൂ. ഡിസ്കൗണ്ട് ഫാക്ടർ ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി, അതിന്റെ 50% ആണ് ഷെയർ, അതിന്റെ 50% ഡിവിഡൻഡേ കൊടുക്കുള്ളൂ. അത് ഡോളറിലാണ്. ആ ഡോളർ നമ്മൾ അത് ഡോളറിലാണ്. ഡോളർ കംപ്ലീറ്റ് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? സ്റ്റെർലിംഗിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡോളർ അപ്പോൾ നമ്മൾ സ്റ്റെർലിംഗിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടത്? ഡിസ്കൗണ്ട് ഫാക്ടർ ഉണ്ട്. എത്ര നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് പറഞ്ഞിരിക്കുന്നത്? 16 ആണ്. ഡിസ്കൗണ്ട് റേറ്റ് തന്നിരിക്കുന്നത് 16 ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ, ഇത് ഡിസ്കൗണ്ട് ഫാക്ടർ 1 ആയിരിക്കും. 1 ഡിവൈഡഡ് ബൈ 1.16 ഈക്വൽ ടു 0.8621 0.7432 0.6407. 106.25 multiplied by 0.8621 equal to 91.59, 91.60. 108.33 multiplied by 0.7432. റൗണ്ടിംഗ് ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 80.51 and 99.40 multiplied by 0.6407 equal to 63.69. So this is equal to 91.6 plus 80.5 plus 63.69 minus 450 equal to negative 214.21. നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് ഇല്ല, പ്രൊജക്റ്റ് എടുക്കില്ല. സോ ഈ ജോയിന്റ് വെഞ്ചർ എടുക്കരുത്. ജോയിന്റ് വെഞ്ചർ NPV is negative. NPV is negative. So do not enter into joint venture. Do not enter into joint venture.
ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് വണ്ണും കൺസിഡർ ചെയ്യേണ്ടത്. ചെറിയൊരു വ്യത്യാസം മാത്രം. അപ്പോൾ ഇവിടെ എന്താ നെക്സ്റ്റ് വൺ പറയുന്നത്? ഓൾ ദി ക്യാഷ് ഫ്ലോസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ജോയിന്റ് വെഞ്ചേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഇയർ. അപ്പോൾ എല്ലാ ക്യാഷ് ഫ്ലോസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 4,250, 6,500, 8,350 എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4,250 ഫുൾ എ ബി ലിമിറ്റഡിന് കിട്ടില്ല. 50% ആർക്ക് കിട്ടും? എ ബി ലിമിറ്റഡിന് കിട്ടും. 50% എ ബി ലിമിറ്റഡിന് കിട്ടും. അപ്പൊ ഇവിടെ ഡിവിഡൻഡ് നോക്കണ്ട, നേരെ നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ $2125 ഉണ്ട്. അത് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? സ്റ്റെർലിംഗിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ എത്രയാണ് സ്റ്റെർലിംഗിലുള്ള എമൗണ്ട് എന്നുള്ളത് 123 നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കൂ. 1 മിനിറ്റ് തരാം. അപ്പൊ $2125 എത്രയാണ് സ്റ്റെർലിംഗില്? $3250 എത്രയാണ് സ്റ്റെർലിംഗില്? $4175 എത്രയാണ് സ്റ്റെർലിംഗിൽ എന്ന് കണ്ടുപിടിക്കൂ. എന്നിട്ട് അത് മൾട്ടിപ്ലൈഡ് ബൈ, അവിടെ ഡിസ്കൗണ്ട് ഫാക്ടർ ഉണ്ട്, ഡിസ്കൗണ്ട് ഫാക്ടറോട് മൾട്ടിപ്ലൈ ചെയ്യൂ. എന്നിട്ട് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഞാൻ തരാം, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യൂ. എന്നിട്ട് NPV കണ്ടുപിടിക്കൂ. എന്നിട്ട് ആൻസറിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ, ചെയ്തോ? അപ്പോൾ ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചത്, ഈ സ്റ്റെർലിംഗ് പെർ ഡോളർ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് എന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ഇവിടെ ചെയ്യാണ്. സ്റ്റെർലിംഗ് പെർ ഡോളർ ആണ്. 10 സ്റ്റെർലിംഗ് കൊടുക്കണം എന്ത് കിട്ടാൻ? $1 കിട്ടാൻ. $1 കിട്ടാൻ 10 സ്റ്റെർലിംഗ് കൊടുക്കണം. സ്റ്റെർലിംഗ് പെർ ഡോളർ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 1.55 അങ്ങനെയല്ല ഇത്. സ്റ്റെർലിംഗ് പെർ ഡോളർ ആണ്. 10 സ്റ്റെർലിംഗ് കൊടുക്കണം $1 കിട്ടാൻ. എന്ന് പറഞ്ഞാൽ ആരാ സ്ട്രോങ്? ഡോളർ ആണ് സ്ട്രോങ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ, ഇത് ഇൻഡയറക്റ്റ് കോട്ടിലാണ് തന്നിരിക്കുന്നത്. ഇത് ഇൻഡയറക്റ്റ് കോട്ടിലാണ് തന്നിരിക്കുന്നത്, ഡയറക്റ്റ് കോട്ട് അല്ല. $1 ഈക്വൽ ടു 10 സ്റ്റെർലിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? നമ്മുടെ ഇന്ത്യൻ റുപ്പി നമ്മൾ എന്ത് പറയും? 72 റുപ്പി അല്ലെങ്കിൽ 75 റുപ്പി പെർ ഡോളർ ആണ്. അപ്പൊ ആരാ സ്ട്രോങ്? ഡോളർ ആ സ്ട്രോങ്. $75 അങ്ങോട്ട് കൊടുത്താലേ ഒരെണ്ണം കിട്ടുള്ളൂ. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 450 ഡിസ്കൗണ്ട് സോറി ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ എന്താ ചെയ്യേണ്ടത്? 10 ആണ് ഫസ്റ്റ് കേസിൽ. അപ്പോൾ 2125 divided by 10 equal to 212.5. 3250 divided by 15. 3250 divided by 15 equal to 216.67. 216.67. And 4175 divided by
റേറ്റ് തന്നിരിക്കുന്നത് 21 ആണ്, ഈക്വൽ ടു 198.81. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 212.5 multiplied by 0.8621 equal to 183.19. 183.19. 216.67 multiplied by 0.7432 equal to 161.03. And finally 198.81 multiplied by 0.6407 equal to 127.37. Final answer വരുന്നത് 183.19 plus 161.03 plus 127.37. Total cash inflow 471.59 minus 450 equal to 21.59 NPV പോസിറ്റീവ് ആണ്. അപ്പോൾ NPV പോസിറ്റീവ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? എൻറ്റർ ഇൻ ടു JV. Therefore enter into JV. Second one ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 16 കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 17 നമുക്ക് ചെയ്യാൻ സമയമില്ല, 7 മിനിറ്റും കൂടിയേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 17 ഉണ്ട്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 18 നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 10 പെൻഡിങ് ആണ്, അത് ഇന്ന് തന്നെ നമുക്ക് തീർക്കാം വൈകിട്ടത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തോടു കൂടി ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിസ്ക് ആ ഫോറക്സ് തീരും. സെക്ഷൻ D കംപ്ലീറ്റ് ഇന്നത്തെ ക്ലാസ്സോടുകൂടി തീരും. സോ താങ്ക് യു എവ്രി വൺ. ഇന്ന് വൈകിട്ട് 7 മണിക്ക് കാണാം. ഹാവ് എ നൈസ് ഡേ.